ഈ കുടുംബം ഹിന്ദു ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും വിശ്വസിക്കുന്നു. തിരുവനന്തപുരം നഗരത്തിന്റെ അതിർത്തിയായ കേരളാദിത്യപുരത്തെ ഒരു വീടിന് മുമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ ബോർഡ് ഇന്ന് ഒരു ഒറ്റപ്പെട്ട കാഴ്ചയല്ല. തൊട്ടടുത്ത ജംഗ്ഷനിലേക്ക് ചെന്നാൽ പാതക്ക് കുറുകെ കെട്ടിയിരിക്കുന്ന വലിയൊരു ചുവന്ന ബാനർ കാണാം. അതിൽ 17-ാം നൂറ്റാണ്ടിലെ മറാഠ ഭരണാധികാരി ഛത്രപതി ശിവജിയുടെ ചിത്രത്തിനൊപ്പം വലിയ അക്ഷരങ്ങളിൽ എഴുതിയിരിക്കുന്നു സംഘഗ്രാമം. അതെ, പരസ്യമായ ഹിന്ദുത്വ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളിലൂടെ കേരളത്തിലെ ചില ഗ്രാമങ്ങൾ പുതിയ അടയാളപ്പെടുത്തലുകളിലേക്ക് കടക്കുകയാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനപ്പുറം സാംസ്കാരിക സാമൂഹിക തലങ്ങളിൽ RSS കേരളത്തിൽ നടത്തുന്ന നിശബ്ദമായ അടിത്തറ വികാസത്തിന്റെ നേർക്കാഴ്ചയാണിത്. വർഷങ്ങളായി കണ്ണൂരിലെ പരീക്കടവ്, ഡയമണ്ട് മുക്ക് തുടങ്ങിയ പ്രദേശങ്ങളെ സംഘഗ്രാമങ്ങൾ എന്ന് വിളിക്കാറുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരത്തെയും പാലക്കാട്ടെയും പല ജനവാസ മേഖലകളും ഈ പട്ടികയിലേക്ക് വരികയാണ്. പതിറ്റാണ്ടുകളായി കേരളത്തിൽ ശക്തമായ സംഘടനാ സംവിധാനമുള്ള RSS തങ്ങളുടെ സ്വാധീനം വോട്ടുകളാക്കി മാറ്റാൻ കഠിന ശ്രമം നടത്തുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇതിന്റെ ഏറ്റവും പുതിയ പ്രതിഫലനമായിരുന്നു അടുത്തിടെ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി ഇടതുപക്ഷം ഭരിച്ചിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം BJP നയിക്കുന്ന NDA സഖ്യം പിടിച്ചെടുത്തത് ഈ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. എങ്ങനെയാണ് ഈ ഗ്രാമങ്ങളിലെ സാധാരണക്കാരായ മനുഷ്യർ പെട്ടെന്ന് തീവ്രമായ രാഷ്ട്രീയ ചിന്തകളിലേക്ക് മാറിയത്? പ്രദേശവാസിയായ ശ്രീകല എന്ന വീട്ടമ്മയുടെ വാക്കുകൾ ഇതിലേക്ക് വെളിച്ചം വീശുന്നതാണ്. 2018 ശബരിമല യുവതീ പ്രവേശന വിധിക്ക് പിന്നാലെയുണ്ടായ സംഭവങ്ങളാണ് തങ്ങളുടെ ചിന്തകളെ മാറ്റിയതെന്ന് അവർ പറയുന്നു. മറ്റു മതസ്ഥർ അവരുടെ വീടുകൾക്ക് മുന്നിൽ മതപരമായ സ്റ്റിക്കറുകൾ പതിക്കാമെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ? ശബരിമല സമയത്ത് ഹിന്ദുക്കൾ വേട്ടയാടപ്പെടുന്നു എന്ന് തോന്നിയപ്പോഴാണ് ഈ ബോർഡ് വെക്കാൻ തീരുമാനിച്ചത്. ഞങ്ങളുടെ ധർമ്മം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് ശ്രീകലയുടെ ന്യായീകരണം. ശബരിമല പ്രക്ഷോഭത്തെ തുടർന്നുണ്ടായ വൈകാരികമായ അന്തരീക്ഷത്തെ കൃത്യമായി രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ സംഘപരിവാറിന് കഴിഞ്ഞു എന്നതിൻ്റെ തെളിവാണിത്. എന്നാൽ ഇതോടൊപ്പം തന്നെ ജാതീയമായ കൂട്ടായ്മകളും ഈ മാറ്റങ്ങൾക്ക് പിന്നിലുണ്ടെന്ന് രാഷ്ട്രീയ എതിരാളികൾ ആരോപിക്കുന്നു. CPM വാർഡ് കൗൺസിലറായ അരുൺ വട്ടവലയുടെ അഭിപ്രായത്തിൽ ഒരു പ്രത്യേക ജാതിയിൽപ്പെട്ട കുടുംബങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഇടങ്ങളിലാണ് ഇത്തരം സ്വാധീനം എളുപ്പത്തിൽ ഉണ്ടാകുന്നത്. ക്ഷേത്ര കമ്മിറ്റികളുടെ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ടാണ് പലയിടങ്ങളിലും ഈ പ്രവർത്തനം നടക്കുന്നത്. ഒരു വശത്ത് ഉത്സവങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നു എന്ന് ആക്ഷേപമുയരുമ്പോൾ മറുവശത്ത് BMS പോലുള്ള സംഘടനകൾ പ്രദേശത്തെ ക്രമസമാധാന പാലകരുടെ റോളുകളിലേക്ക് മാറുന്നു എന്നും നാട്ടുകാർ പറയുന്നു. പ്രദേശത്ത് അനാവശ്യമായി കൂട്ടം കൂടുന്ന യുവാക്കളെ BMS പ്രവർത്തകർ അടിച്ചോടിച്ച സംഭവം സുരക്ഷയായി കാണുന്ന സ്ത്രീകളും ഈ ഗ്രാമങ്ങളിലുണ്ട്. കണ്ണൂരിൽ CPMന് പാർട്ടി ഗ്രാമങ്ങളുണ്ടെങ്കിൽ തങ്ങൾക്ക് എന്തുകൊണ്ട് സംഘഗ്രാമങ്ങൾ ആയിക്കൂടാ എന്നാണ് അനുകൂലിക്കുന്നവരുടെ ചോദ്യം. പാലക്കാട് ജില്ലയിലെ മുണ്ടൂരിലും ഒറ്റപ്പാലത്തിനടുത്തുള്ള SRK നഗറിലും സ്ഥിതി വ്യത്യസ്തമാണ്. ഇവിടെ പരസ്യമായ ബോർഡുകളിലെങ്കിലും വീതികൾക്ക് ശിവാജി നഗർ എന്നും ശിവാജി റോഡ് എന്നുമാണ് പേരിട്ടിരിക്കുന്നത്. സേവാഭാരതി വഴിയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മരണാനന്തര ചടങ്ങുകളിലെ സജീവ സാന്നിധ്യവും വഴി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്താണ് RSS ഇവിടെ സ്വാധീനമുറപ്പിക്കുന്നത്. ഓസ്ലോ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകനായ ദേവനന്ദൻ കൃഷ്ണയുടെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നതും ഇതാണ്. വോട്ട് രാഷ്ട്രീയത്തിന് മുൻപ് സാംസ്കാരികവും സാമൂഹികവുമായ ഇടപെടലുകളിലൂടെയാണ് ഹിന്ദുത്വം കേരളത്തിൽ വേരിറക്കുന്നത്. കേരളത്തിന്റെ മതേതര മനസ്സിലുമേൽ ഇത്തരം പാർട്ടി ഗ്രാമങ്ങളും സംഘഗ്രാമങ്ങളും ഉണ്ടാക്കുന്ന മുറിവുകൾ ചെറുതല്ല. ഒരു വശത്ത് ഇത് സമുദായ സൗഹാർദ്ദത്തെ ബാധിക്കുന്നു എന്ന് വിമർശകർ പറയുമ്പോൾ മറുവശത്ത് ഇത് തങ്ങളുടെ അതിജീവനത്തിനായുള്ള സാംസ്കാരിക മുന്നേറ്റമാണെന്ന് സംഘപരിവാർ അവകാശപ്പെടുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയെ ഈ പുതിയ മാറ്റങ്ങൾ എങ്ങോട്ടേക്കാണ് നയിക്കുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടൈഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.